ഞാൻ വെയിലുമായി കൊണ്ട് കഴിച്ചിട്ടുണ്ടാക്കിയ പൈസയാണ്. പോലീസ് സ്റ്റേഷനിൽ പോവാം. ഇപ്പൊ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല. പോലീസുമാരെന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് കൊടുക്കുന്നല്ലേ ഇങ്ങനത്തെ ഓരോ കോളും തട്ടിപ്പും തരികടി ഉണ്ട്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. भाई जल्दी जल्दी खाओ. ओके അത് കോയമ്പത്തൂർക്കുള്ള ആ പൊള്ളാച്ചിക്കുള്ള ആദ്യം പോകേണ്ടതേ പണിക്കാർ കുറവാ. അത് മാറ്റി കയറ്റിയാലോ? അതൊന്ന് മാറ്റി കയറ്റണം. അത് മാറ്റി കയറ്റുക കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ നോക്കുന്ന മറ്റേ മാറ്റി കയറ്റാം. കോയമ്പത്തൂർക്കുള്ളത് കേട്ടോ. ഇങ്ങനെ കയറ്റിയാൽ മതി പൊള്ളാച്ചി. ആയിക്കോട്ടെ. മുരളി, ഞാൻ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോട്ടോ. എന്തേന്ന് അർജന്റ്? വീട്ടിൽ നോൻപൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. പങ്ങന്മാര് മുനക്ക് വരുന്ന തന്നെ. ആ ലോഡ് ആയോ? ലോഡ് കയറ്റി കൊടുക്കുന്നുണ്ട്. അത് കയറ്റി വിട്ടിട്ടേ നിങ്ങൾ വേ പോയിക്കോ. ആയിക്കോട്ടെ, കയറ്റി കഴിഞ്ഞിട്ട് പോയി. എന്തേപ്പോ പോന്നു? അജയരെ, നിങ്ങൾ അറിഞ്ഞില്ല എന്റെ കുട്ടിക്ക് സുഖമില്ല? ഞാൻ അറിഞ്ഞടാ. എന്തേ പറ്റി? ഒരേ ഫോൺ കളിയാണ് അജയരെ. സുഖമില്ലാതായിട്ട് ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ കണ്ണിന് ഓപ്പറേഷൻ വേണമെന്നാ പറയും. 1 ലക്ഷം ഉറുപ്പിയോളാവും. എന്റെ കയ്യിലാണെങ്കിൽ ആകെ ഒരു 10-50 ഉറുപ്പിയുള്ളൂ. നിങ്ങളൊരു 50 ഉറുപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് തന്ന് സഹായിക്കും. ആഷിക്കേ, ഈ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് സങ്കടമുണ്ട്. കുട്ടിന്റെ കാര്യം പ്രത്യേകിച്ചു. പഴയ മാതിരി ഒന്നും ഇവിടുന്ന് ചെകിരി കയറി പോണില്ല. അഥവാ കയറി പോയാൽ തന്നെ അതിന്റെ പൈസ ഒക്കെ പെൻഡിങ്ങിലാണ്. അവിടെ കിട്ടണമില്ല. ഇനി ഇപ്പൊ പെരുന്നാതലായിട്ട് ഞാൻ ഇറ്റൊക്കെ കൂലി അങ്ങനെ കൊടുക്കാന്നുള്ള ചിന്തയില്ല. അതാണ് ഇപ്പൊ അവസ്ഥ. എന്താ കാറ്റാജയെ, കുടുംബത്തിലൊക്കെ ചോദിച്ചു എവിടെ ഇല്ലേ? റംസാനായിട്ട് പാര കയ്യിൽ പൈസ ഇല്ല. നിങ്ങളടുത്ത് വന്നാല് എന്തായാലും കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാ വന്നത്. നിങ്ങൾ ഒന്നിനൊന്ന് തിരിമറി ചെയ്ത് തരും. തിരിമറി ചെയ്തിട്ടാ പോയി കമ്പനി മുന്നോട്ട് പോകണം. അല്ല, പെരിയിൽ സ്വർണ്ണമൊന്നുമില്ല പെണ്ണുങ്ങൾക്ക്. ഓളെ പണ്ടം വെച്ച് കണ്ടാണ് ഈ 50 ഉറുപ്പ് ഞാൻ റെഡിയാക്കിയില്ല. എടാ ആഷിക്കേ, ഇവിടെ ഇപ്പൊ കൂട്ടിയാ കൂടൂല. എന്റെ അടുത്ത് ഒന്നുമില്ല. ഇത് എവിടുന്നേലും കിട്ടുമോ നോക്ക്. അഥവാ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്നെ വിളിക്കും ചെയ്യാം. നിങ്ങൾ എന്തേലും വഴി അല്ലപ്പാ, നിങ്ങൾ എന്ത് പണി കാട്ടിയത്? അയാൾ എന്തൊരു അത്യാവശ്യത്തെ കടം ചോദിച്ചു വന്നില്ല. നമ്മൾ അറിയുന്ന ആളല്ലേ. നിങ്ങൾ എന്താ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു? നിങ്ങളൊന്ന് സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലേ? ഇപ്പൊ അയാളെ കുട്ടിന്റെ കണ്ണോപ്പറേഷത്തിന്റെ ആവശ്യത്തിനാണ് പൈസ ചോദിച്ചത്. പിന്നെ മാത്രമല്ല അയാൾ ഇടപാടിനൊക്കെ കറക്റ്റ്. എന്നിട്ട് അയാൾ നമുക്ക് പണ്ട് മുതൽ അറിയുന്ന ആളല്ല. അത് ഇവിടെ ദിവസേ ഒരു പാടം ആൾക്കാർ ഇതൊക്കെ ഭാര്യ കോരി കൊടുത്താലേ ഈ പെരുന്നാതാലായിട്ടൊക്കെ കൂലി കൊടുക്കണ്ടേ? അപ്പൊ ഇന്നലെ പൊള്ളാച്ചിക്കിലെ ലോണിൽ ഒരു 2 ലക്ഷം ഉറുപ്പ്യ അതിന് കൊടുത്തോടെ ഒരു സഹായല്ലേ? ഇവിടെ വരുന്ന കണക്കും കാര്യം നോക്കണ്ട. എന്നെ പണി എന്താ ചെയ്യും? റമദാനാട്ടോ, അത് ഓർമ്മ വേണം. ആയിക്കോട്ടെ, ഞാൻ ചെയ്തോളൂ. എന്താ ഇന്ന് വിളിച്ച്? 1 ലക്ഷം ഉറുപ്പ്യ എടുത്തു പോവാ. വണ്ടിക്കാർക്കും ചെയ്തിന്റെ ആൾക്കാർക്കും പണിക്കാർക്കൊക്കെ കൊടുക്കാണ്ട്. ശരി ശരി. അല്ലപ്പാ, ഈ നേരില്ലാത്ത നേരത്തെ ഇങ്ങോട്ട് പണിയായിരുന്നോ? ഇതിന് 10 പൈസ ഇല്ല. പിന്നെ ഇതിന് ബാങ്കിൽ ചെന്ന് നോക്കുമ്പോ ഇതിൽ 1 ഉറുപ്പില്ല. ഫുള്ള് സീറോ ബാലൻസിൽ ഇത് കിടക്കണം. ഈ പൈസ നിങ്ങൾ എന്താ കാട്ടി? ഇതിൽ പൈസ ഉണ്ട്. എവിടെ ഉണ്ട്? ഇപ്പൊ ഞാൻ ഒരു സംശയം കഴിഞ്ഞ് ബാങ്കിൽ കയറി ചോദിച്ചങ്ങാണ്ട് സ്റ്റേറ്റ്മെന്റ് ഇതാ, ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ്. അത് ന്യൂ സ്റ്റേറ്റ്മെന്റ് എടുത്താണ് കണ്ടോ? ഇതിൽ ഫുള്ള് ഇതായി കിടക്കുക. ഇന്നലെ കൂടി മാനേജർ വിളിച്ചിരുന്നു. എന്തിനു മാനേജറിനെ വിളിക്കുന്നത്? കാർഡ് ബ്ലോക്ക് ആയിക്കണേ. അതിന്റെ 4 അക്ക നമ്പർ പറഞ്ഞിട്ട് എന്നിട്ട് OTP വെച്ചോ? OTP വെച്ച് നിങ്ങൾ പറഞ്ഞെടുത്തു? ഞാൻ പറഞ്ഞെടുത്തു. ഇപ്പൊ ഇത് വെറും തട്ടിപ്പാണ്. ഇങ്ങനെ കുറെ തട്ടിപ്പ് അറിയില്ല. അങ്ങനെ പറഞ്ഞെടുക്കാം OTP ഒക്കെ. മാനേജറിനെ വിളിച്ച് അങ്ങനെ ബാങ്കിൽ നിന്നൊന്നും വിളിക്കൂലപ്പാ. പോകണ്ടാത്തവൻ കാട്ടി വെച്ചിട്ട് ഇപ്പൊ കിടന്നിട്ട് ഞാൻ വെയിലുമായി കൊണ്ട് കഴിച്ചിട്ടുണ്ടാക്കിയ പൈസയാണ്. പോലീസ് സ്റ്റേഷനിൽ പോവാം. ഇപ്പൊ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല. പോലീസുമാരെന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് കൊടുക്കുന്നല്ലേ ഇങ്ങനത്തെ ഓരോ കോളും തട്ടിപ്പും തരികടി ഉണ്ട്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആരോടൊപ്പം ഇത് പറയാം? ഇത് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ മുഴുവൻ പോയി. ഇപ്പൊ അള്ളാഹ് നമുക്ക് എത്ര വലിയ പാടാ പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അന്ന് അയാൾ ഒരു 50,000 ഉറുപ്പിക കടായിട്ട് ചോദിച്ചപ്പോ നിങ്ങളത് കൊടുത്തില്ല. അതൊന്ന് കൊടുത്തിക്കാണെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചിട്ട് വരും. നിങ്ങളെ കയ്യിൽ ആവശ്യത്തിലധികം പൈസ ഉണ്ടായിട്ടും നിങ്ങളത് കൊടുത്തില്ല. ഇപ്പൊ എന്തായി? മൊത്തം പോയില്ലേ?
يا رحمن അതാ പറഞ്ഞതിപ്പാ, അള്ള വലിയവനാണ്. ആർക്കൊക്കെ എന്തൊക്കെ പരീക്ഷണങ്ങൾ എപ്പാ കൊടുക്കാന്ന് പറയാൻ പറ്റൂല. എന്നിട്ട് പഠിക്കുന്നുണ്ടോ? അള്ള തരുന്ന ഓരോ പരീക്ഷണങ്ങളും ഓരോ തിരിച്ചറിവാണിപ്പാ. يا الله അള്ള ആവശ്യത്തിൽ കൂടുതൽ സമ്പത്ത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഞമ്മക്കുള്ളതല്ലപ്പാ. അതിലൊരു വിഹിതം പാവങ്ങൾക്കും കൂടി ഉള്ളതാണ്. അത് നമ്മൾ സക്കാത്തായിട്ട് കൊടുത്തിട്ട് നന്മ സമ്പാദിക്കണം. يا غفار يا حنان കഷ്ടത്തോടെ വരുന്നവരെ കണ്ണീരോടെ പറഞ്ഞേക്കുന്നതാണിപ്പാ ഏറ്റവും വലിയ പാവം. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാതെ മൂടി വെക്കുന്നവന്റെ മേൽ പടച്ചോൻ കരുണ കാണിക്കൂല. القرآن واحفظني من زلة لساني أعظني من ആചാര്യ, നിങ്ങൾ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല ആചാര്യ. എന്റെ കുട്ടീന്റെ ഓപ്പറേഷൻ നന്നായി നടന്നു. നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ടും എവിടെ നിന്നൊക്കെയോ അറേഞ്ച് ആക്കി തന്നു. നിങ്ങൾ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. അസ്സലാമു അലൈക്കും. അതിപ്പാ അന്ന് അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വലിയ പ്രതീക്ഷയിലായിരുന്നു വന്നത്. പക്ഷെ നിങ്ങളില്ല എന്ന് തിരിച്ചു വിട്ടപ്പോ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ എന്റെ ചെങ്ങാമരുന്നൊക്കെ കുറച്ച് പൈസ വാങ്ങിയിട്ട് അത് അങ്ങനെ കൊണ്ടുകൊടുത്ത അയാൾക്ക് എന്തെങ്കിലും തോന്നി വിചാരിച്ചിട്ട് നിങ്ങൾ തന്നോട്ട് ഞാൻ കൊടുത്തു. رمضان هذا شهر الغفران يغفر ذنبي رحمن زدني من الإيمان മാനം രക്ഷിച്ചതാ പോലെ. يا رحمن أعن على الصيام أعن على القيام في شهر رمضان يا الله